ഹായ് ഹലോ അസ്സലാമലൈക്കും. ഇന്നത്തെ വീഡിയോ ചാള വറുത്തത് എങ്ങനെയാണെന്ന് കാണിക്കാൻ പോകാം. ഏകദേശം എല്ലാവർക്കും അറിയാമായിരിക്കും എങ്ങനെയാണ് ചാള വറുക്കേണ്ടതെന്ന്. എങ്കിലും ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിലൊരു മസാലക്കൂട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാം. കഴുകി വൃത്തിയാക്കിയ ചാളയും നെത്തോലിയും കൂടി ഞാൻ ഒരു അറ്റത്തോട്ട് മാറ്റി വയ്ക്കുകയാണ്. ഇനി മസാല നോക്കാം. ആദ്യം ഇവിടെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ വറ്റൽ മുളകാണ് കേട്ടോ. അത് പൊടിച്ച് വറുത്തത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാണ്. അത് 2 ടീസ്പൂൺ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. ഒരുപാടാവാൻ പാടില്ല, ഭയങ്കര ചൊരുക്കും അത് ഇട്ട് കൊടുത്താൽ. അതുകൊണ്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് പിന്നെ ഞാൻ പെരിഞ്ജീരകം പൊടിച്ചതിൻ്റെ ആ ഒരു പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ മസാല ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് വീട്ടിൽ തന്നെ തയ്യാറാക്കിയ മസാലയാണ്. എല്ലാ കൂട്ടും കൂടെ ചേർത്ത് പിടിച്ചൊരു മസാല പരുവത്തിനാക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് ആവശ്യത്തിന് ഇടാവും, ഒരുപാടായിപ്പോയാൽ നമുക്കത് കുറയ്ക്കാനും പാടാണ്. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കുരുമുളക് പൊടിയാണ് കേട്ടോ. കുരുമുളക് പൊടി കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എരിവുള്ളവർക്ക് കുറച്ച് കൂടുതലിടാം. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഇട്ടിട്ടുണ്ട്. വെളിച്ചെണ്ണ വേണമെന്നുള്ളവർക്ക് വെളിച്ചെണ്ണ വീത്തിയാൽ മതി, അല്ലെങ്കിൽ കുറച്ച് വെള്ളം വീത്തി. ഒരുപാട് വെള്ളമായി പോകാൻ പാടില്ല, എണ്ണ പൊട്ടിത്തെറിക്കും. പിന്നെ ഒരു കാശ്മീരി ചില്ലി പൗഡർ ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഉള്ളി ഒരു 4-5 അല്ലി ഉള്ളി എടുത്താൽ മതി. അത് നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഇടിച്ചാണ് എടുത്തത്, മിക്സിയിലിട്ട് അടിച്ചില്ല. പിന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഇതുപോലെ തന്നെ കല്ലിട്ട് ഇടിച്ച് എടുത്തതാണ്, അതും കുറച്ച് ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അത് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ വീഴ്ത്തിയതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് വിരകി ഒരു പരുവത്തിന് കൂട്ടെടുക്കണം. വെള്ളം ചേർത്തും ചെയ്യാവുന്നതാണ് കേട്ടോ. ഒരുപാട് വെള്ളം ആവല്ലേ, എണ്ണ വീതം പൊട്ടിത്തെറിക്കും. കുറച്ച് ഞാൻ പക്ഷേ ഇവിടെ എണ്ണയാണ് എടുത്തിരിക്കുന്നത്. വിരകി പരുവായപ്പോഴത്തേക്കും ചാള വരഞ്ഞതൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ കുറച്ച് നെത്തോലി ഇട്ടിട്ടുണ്ട്. നെത്തോലി പിന്നീട് ഞാൻ മാറ്റി വയ്ക്കേണ്ടെന്ന് കരുതിയിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇടുന്നതാണ്. എന്തായാലും രണ്ടും കൂടെ പൊരിച്ച് സെറ്റ് ചെയ്തെടുക്കാമെന്ന് പറഞ്ഞാണ് ഇരിക്കുന്നത്. അങ്ങനെ ഞാൻ ഇതെല്ലാം കൂടെ ഒന്ന് വിരവി സെറ്റ് ചെയ്യാൻ പോവുകയാണ്. വിരവിയിട്ടുണ്ട്, വിരകി ഒരു പാകത്തിനായിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കണം കേട്ടോ. ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കാം. എത്രത്തോളം മാറ്റി വയ്ക്കും അത്രത്തോളം ടേസ്റ്റ് കൂടും. അതിനുശേഷം പാൻ എടുത്ത് നമുക്ക് എണ്ണ വീത്താം. എണ്ണ വീത്തിയിട്ടുണ്ട്. എണ്ണ വീത്തിയത് അത് ചൂടായി വരുന്നുണ്ട്, പതപോലെയൊക്കെ വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് മനസ്സിലാക്കിക്കൊള്ളണം നല്ലൊരു പരുവത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ചാള ഇടാമെന്ന്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് ഉലുവ എടുത്തിട്ടുണ്ട് കേട്ടോ. ഉലുവ ഇട്ട് ഇതിനകത്തിട്ട് പൊട്ടിക്കുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ലൊക്കെ വരും, നല്ല മണമാണ്. പിന്നെ ഇതിലിട്ടിട്ട് ഇനി ചാള ഓരോന്നോയി പറക്കിയിടുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ. അങ്ങനെ ഞാൻ ഇതിലേക്ക് ചാള ഇട്ടിട്ടുണ്ട്. അപ്പോൾ തന്നെ അതിൻ്റെ ഒരു സൗണ്ടും വന്ന് നല്ല ഒരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. നല്ല മണം വരുന്നുണ്ട്. നന്നായിട്ട് ഇതെല്ലാം കൂടി ഞാൻ പറക്കി അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മറിച്ചിടുന്നതൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ. ഞാൻ വീഡിയോ പിടിക്കുന്നതും എല്ലാം കൂടി ഞാനായതുകൊണ്ട് ഒറ്റ കയ്യിൽ ഫോണാണ് വെച്ചിരിക്കുന്നത്, ഒരു കയ്യിലുണ്ട് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഞാൻ പറക്കിയിട്ടിട്ടുണ്ട്. വേറൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. കുറച്ച് നെത്തോലി ഞാൻ പറഞ്ഞില്ലേ മാറ്റി വെച്ചിട്ടുണ്ട്, അതും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട്. 2 ചാളയും കൂടി അധികം വന്ന് അതും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട്. അതും കൂടി ഇങ്ങനെ 2 സൈഡ് മൂപ്പിച്ചതിന് ശേഷം ഞാൻ അതും ഈ പാത്രത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. രണ്ടും കൂടി മിക്സ് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് നല്ല മൊരിഞ്ഞ് നല്ല പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുറച്ച് ചേരുവകൾ മാത്രം കൊണ്ട് തയ്യാറാക്കിയ ഒരു മസാലക്കൂട്ടാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. പിന്നെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.